ഞാൻ അത് ഇന്ന് കൊടുത്തില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ റിലീഫ് പിന്നീട് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ബി ടൈംലി, ബി അവെയർ ഓഫ് ഇറ്റ്. നമ്മളിപ്പം സെപ്റ്റംബർ വരെ കാത്തു നിൽക്കണ്ട. നമസ്കാരം, എക്സ്പേർട്ട് അഡ്വൈസിലേക്ക് സ്വാഗതം. ഞാൻ ഡയന സുമൻ. നമ്മളോടൊപ്പം ഉള്ളത് CA ജെയ്സൺ മണ്ഡപത്തിൽ ഫ്രം ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസ്. വെൽക്കം ടു എക്സ്പേർട്ട് അഡ്വൈസ്. യെസ്, അപ്പം തന്നെ ഒരുപാട് സംശയങ്ങളുടെ ഒക്കെ നിവാരണമൊക്കെ നടത്തി ഒരുപാട് പേരുടെ വാറ്റിൻ്റെ ഇഷ്യൂസും അതുപോലെ കോർപ്പറേറ്റ് ടാക്സിൻ്റെ സംശയങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഫ്രീ സോണിലുള്ള കമ്പനീസിന് 0% റേറ്റിലാണ് ടാക്സ് കൊടുക്കേണ്ടത്. ദേ ഡോണ്ട് ഹാവ് ടു പേ എന്ന്. അപ്പോൾ ഇത് ശരിക്കും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ, അല്ല എങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ആക്ടിവിറ്റീസിന് മാത്രമാണോ? ഇപ്പം കോർപ്പറേറ്റ് ടാക്സ് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതായത് ഫ്രീ സോൺ കമ്പനികൾക്ക് 0% ടാക്സ് ബെനിഫിറ്റ് എടുക്കാമെന്ന്. ആൻഡ് അതിപ്പോഴും ഉണ്ട്, ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ദർ. പക്ഷെ എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അല്ല. It is meant for certain free zone companies. Certain free zone companies എന്ന് വെച്ചാൽ it is applicable to all free zone companies, but they have to be doing certain qualifying activities. And what are they like? Yes, അതായത് there are certain activities. ചില ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൻഡ് ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന ഫ്രീ സോൺ കമ്പനികൾക്ക് ഈ 0% ടാക്സേഷൻ ബെനിഫിറ്റ് ആവുള്ളൂ. അപ്പം കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മാൻഡേറ്ററി ഓഡിറ്റ് ചെയ്യണം, സബ്സ്റ്റൻസ് വേണം ആ ഫ്രീ സോണിൽ. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തി സബ്സ്റ്റൻസ് വേണം. സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറെ പേര് ഇപ്പം ഫ്ലെക്സി ഡെസ്ക് എടുത്ത് ഓഫീസ് നടത്തിയിട്ടുണ്ടാവാം. ആൻഡ് നോട്ട് എ പ്രോപ്പർ ഓഫീസ്. പേരിന് ലൈസൻസ് കിട്ടിയിട്ടുണ്ടാവും ഫ്രീ സോൺ കമ്പനിന്ന്, പക്ഷെ ഫുൾ ആക്ടിവിറ്റീസ് ആർ ഹാപ്പനിങ് ഔട്ട്സൈഡ്. അതായത് ദേ മൈറ്റ് ഹാവ് എ മെയിൻ ലാൻഡ് ഓഫീസ്, അല്ലെങ്കിൽ വേറെ ഒരു കമ്പനിയുടെ ലൈസൻസിൽ അവിടെ പോയിരുന്ന് പണിയുന്നു, സ്റ്റാഫ് എല്ലാം പുറത്തിരിക്കുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അത് സബ്സ്റ്റൻസ് വരില്ല. ആ ഒരു ബിസിനസ്, ആ ഒരു കാറ്റഗറി ഓഫ് കമ്പനീസിനും ഇറ്റ് വിൽ ബി എൻ ഇഷ്യൂ ഫോർ ദം. മറിച്ച് ആ ഒരു കണ്ടീഷൻസ് എല്ലാം നീക്കി വെച്ചിട്ട് മാം ഇപ്പം ചോദിച്ചില്ലേ, അതായത് എല്ലാ ആക്ടിവിറ്റീന് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന്. Now, one of the conditions set in the corporate tax law is if you're a free zone company, if you're doing qualifying activities and you're getting income from this qualifying income, that income will be subject to 0%. ഇനിയിപ്പം ഇത് രണ്ട് രീതിയായിട്ട്, രണ്ട് കാറ്റഗറി ആയിട്ട് നോക്കേണ്ടി വരും. അപ്പോൾ നിയമം പറയുന്നത് ഇഫ് യു ആർ എ ഫ്രീ സോൺ കമ്പനി ആൻഡ് യു ആർ ഗെറ്റിംഗ് ഇൻകം ഓർ യു ആർ ഡൂയിങ് ട്രാൻസാക്ഷൻസ് വിത്ത് അതർ ഫ്രീ സോൺ കമ്പനീസ്. ഒരു ഫ്രീ സോൺ കമ്പനി മറ്റേ ഫ്രീ സോൺ കമ്പനിയായിട്ട് ഡീൽ ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം വിൽ ബി കോൾഡ് എ ക്വാളിഫൈങ് ആക്ടിവിറ്റി ഇറ്റ് സെൽഫ്, ക്വാളിഫൈങ് ഇൻകം ഇറ്റ് സെൽഫ്. എക്സെപ്റ്റ് ഫോർ സർട്ടൻ ആക്ടിവിറ്റീസ് ലൈക്ക് ബാങ്കിങ് ഓർ ഇൻഷുറൻസ് റിലേറ്റഡ് ചില റെഗുലേറ്റഡ് ആക്ടിവിറ്റീസ് മാറ്റി വെച്ചിട്ട് ബാക്കി ഓൾമോസ്റ്റ് എവറിത്തിങ്, എന്ത് ആക്ടിവിറ്റി ആയാലും ഞാനൊരു ഫ്രീ സോൺ കമ്പനി മറ്റേ ഫ്രീ സോൺ കമ്പനിക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം വിൽ ബി ക്വാളിഫൈങ് ഇൻകം ഇറ്റ് സെൽഫ്. ബട്ട് ഓഫ് കോഴ്സ് നെക്സ്റ്റ് ചോദ്യം വിൽ ബി, ഞാനിപ്പം ഒരു ഫ്രീ സോൺ കമ്പനി ആയിട്ടല്ല ഡീൽ ചെയ്യുന്നത്, മറിച്ച് ഒരു നോൺ ഫ്രീ സോൺ ആവാം, മെയിൻലാൻഡ് ബിസിനസ് ആവാം, അല്ലെങ്കിൽ പുറത്തുള്ളൊരു ഫോറിൻ കമ്പനി ആവാം. അപ്പോൾ ഇൻ സച്ച് ഇൻസ്റ്റൻസസ് ദേ ആർ സെയിങ് നിങ്ങൾക്കത് ചെയ്യാം, അവരായിട്ടും ആക്ടിവിറ്റി ചെയ്യാം, ബട്ട് ഈ 0% കിട്ടാൻ പോകുന്നത് ഇഫ് യു ആർ ഗോയിങ് ടു ഡു എനി ഓഫ് ദി 13 ആക്ടിവിറ്റീസ് ലിസ്റ്റഡ് ബൈ ദം. ഓക്കെ. അപ്പോൾ ഞാനൊരു ഫ്രീ സോൺ കമ്പനി മറ്റൊരു ഫ്രീ സോൺ കമ്പനി അല്ല എന്നുണ്ടെങ്കിൽ, ഇഫ് മൈ കസ്റ്റമർ ഇസ് നോട്ട് എ ഫ്രീ സോൺ കമ്പനി, ദെൻ ഐ ഹാവ് ടു ഫോളോ ഓർ പെർഫോം എനി ഓഫ് ദി 13 ആക്ടിവിറ്റീസ്. What are these? And some of these 13 activities, ചില കോമൺ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഇപ്പം ട്രേഡിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഗുഡ്സിന്റെ ട്രേഡിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഓഫ് ഗുഡ്സ്. ഈ ടെക്സ്റ്റൈൽ ട്രേഡിംഗും അതിൽ വരുമോ? ടെക്സ്റ്റൈൽ ട്രേഡിംഗ് ഇതിൽ പെടും. കാരണം ടെക്സ്റ്റൈൽ തുണിയല്ലേ, ഇറ്റ്സ് എ ഗുഡ്, ഇറ്റ്സ് എ ടാൻജിബിൾ ഐറ്റം. അപ്പോൾ ഈ ഗുഡ്സ് ഒക്കെ ഞാനിപ്പോൾ വാങ്ങിച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, ഹോൾസെയിൽ ട്രേഡിംഗ്, ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും പെടാം. ബട്ട് ഒബ്വിയസ്ലി ദർ ആർ സർട്ടൻ സബ് കണ്ടീഷൻസ് ഓൾസോ. അപ്പം ചില കോമൺ ആക്ടിവിറ്റീസ് ആർ ഈ പറയുന്ന പോലെ മാനുഫാക്ചറിങ് ഉണ്ട്, നമുക്ക് ട്രേഡിങ്ങും ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റി വരുന്നുണ്ട്, നമുക്കിപ്പം ചില ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ഷെയർസ്, ഹോൾഡിംഗ് ഓഫ് ഷെയർസ് ഇതൊക്കെ വരുന്നുണ്ട്, ഷിപ്പിംഗ് കമ്പനീസ് വരുന്നുണ്ട്,
ചില എയർക്രാഫ്റ്റ് റിലേറ്റഡ് സർവീസസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേറെ കോമൺ ആയിട്ട്, അതായത് വലിയൊരു ഗ്രൂപ്പ് സ്ട്രക്ചർ ഒക്കെ ചെയ്യുന്ന ടീംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ റിലേറ്റഡ് പാർട്ടി അല്ലെങ്കിൽ ട്രഷറി ഓർ ഫൈനാൻസിങ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഫോർ റിലേറ്റഡ് പാർട്ടീസ് ഇതൊരു സ്പെസിഫിക് ക്രൈറ്റീരിയ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ മെയിൻ ആക്ടിവിറ്റീസ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ യെസ് യു ക്യാൻ ലുക്ക് ഇൻ ടു ക്വാളിഫയിങ് ആക്ടിവിറ്റി. അതായത് 0% ടാക്സ് ബെനിഫിറ്റ് എടുക്കാൻ ഉള്ളൊരു ഒറ്റൊരു കണ്ടീഷനാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയാം. One more thing that they're saying is, now സ്വാഭാവികം എല്ലാവർക്കും 100% ഈ പറയുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് ഇൻകം കിട്ടുമോയെന്ന് ചിലപ്പം ചോദിച്ചാൽ ഉണ്ടാവില്ലായിരിക്കും. They might have a mix of non-qualifying and qualifying. ഗവൺമെൻറ്റിനും ഇതറിയാം. And they are saying, okay, the federal tax authority is saying, നിങ്ങൾക്ക് 2 ഇൻകം ആവാം, ഇറ്റ്സ് ഓക്കെ, നോൺ ക്വാളിഫയിങ് ആവാം, ക്വാളിഫയിങ് ഇൻകം ആവാം, ബട്ട് ഈ നോൺ ക്വാളിഫയിങ് ഇൻകം ഷുഡ് നോട്ട് എക്സീഡ് more than 5% or 5 million dirhams of the total turnover. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ് ടു 5% ഓഫ് മൈ ടേൺ ഓവർ എനിക്ക് ഈ പറയുന്ന നോൺ ക്വാളിഫയിങ് ഇൻകം എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്വാളിഫയിങ് ഇൻകം ഈ നോൺ ക്വാളിഫയിങ് ഇൻകം രണ്ടും കൂട്ടിയിട്ട് ദി എൻറ്റയർ തിങ് വിൽ ബി സബ്ജക്ട് ടു 0%. സോ ഓഫ് കോഴ്സ് ദെൽ ബി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മറിച്ച് ഞാനിപ്പം 5% മേളിലോട്ട് പോയാൽ അത് കടന്നു പോയാൽ ഇപ്പം 6% ഫോർ എക്സാമ്പിൾ, എൻ്റെ നോൺ ക്വാളിഫയിങ് ഇൻകം 6% ഓഫ് മൈ ടോട്ടൽ ടേൺ ഓവർ എന്ന് ഞാൻ പറഞ്ഞാൽ ദി എൻറ്റയർ ഇൻകം, അതായത് എൻ്റെ ക്വാളിഫയിങ്ങും നോൺ ക്വാളിഫയിങ്ങും എല്ലാം പിടിച്ച് 9% കൊടുക്കേണ്ടി വരും. either 0% അല്ലെങ്കിൽ 9%. അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണെന്ന് നോക്കണം. നോൺ ക്വാളിഫയിങ് ഇൻകം ഉണ്ടെങ്കിൽ എത്രത്തോളം അതുണ്ട്, ആ ത്രഷോൾഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ, ത്രഷോൾഡിന്റെ യെസ്, അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അപ്പോൾ അത് ലിമിറ്റ് ചെയ്ത് വെക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പം ചില സ്പെസിഫിക് ആക്ടിവിറ്റീസ് എടുക്കുന്നുണ്ടെങ്കിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റി. ഈ ട്രേഡിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റി അടിയിൽ തന്നെ ദേ ആർ സെയിങ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി ഡൂയിങ് ദിസ് ഫ്രം എ ഡെസിഗ്നേറ്റഡ് സോൺ. അപ്പം ഈ ഡെസിഗ്നേറ്റഡ് സോൺ എന്ന് വെച്ചാൽ സാധാ ഒരു ഫ്രീ സോൺ ബട്ട് വിത്ത് കസ്റ്റംസ് ബൗണ്ടറി. കൂടുതൽ ഈ പോർട്ടിന്റെ ഒക്കെ അടുത്തായിട്ട് കസ്റ്റംസ് ബൗണ്ടഡ് ആയ ഒരു ഫ്രീ സോണിനെയാണ് പൊതുവെ ഡെസിഗ്നേറ്റഡ് സോൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ജാഫ്സ, ദാഫ്സ, ഷാർജ സേഫ് സോൺ, ഉമ്മൽ ഖുവൈൻ ഫ്രീ സോൺ നോക്കണം. കാരണം ദർ ആർ മെനി ഫ്രീ സോൺ. ഫ്രീ സോൺ ആണോ ഡെസിഗ്നേറ്റഡ് സോണോ പലതുണ്ട്. ഞാനിപ്പം റാസൽ ഖൈമയുടെ എടുത്താലും ഫോർ എക്സാമ്പിൾ, റാസൽ ഖൈമ ഡെസിഗ്നേറ്റഡ് സോൺ ഉണ്ട്, സാധാ ഫ്രീ സോണും ഉണ്ട്. അജ്മാൻ ഫ്രീ സോൺ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡെസിഗ്നേറ്റഡ് സോൺ. അപ്പോൾ ഇന്ന ഫ്രീ സോൺസിൽ നിന്ന് ഈ പറയുന്ന ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ യെസ്. ഒരു കണ്ടീഷനും കൂടി ഇത് വിൽക്കുന്നത് എൻഡ് യൂസറിനല്ലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫോർ ഫർദർ റീസെല്ലർ അല്ലെങ്കിൽ ഫർദർ പ്രോസസ്സർ. അതായത് it should be sold to other distributors, other retailers, other resellers, അല്ലെങ്കിൽ who's using this item for manufacturing some other item. അപ്പോൾ ഞാനിപ്പം ഫോർ എക്സാമ്പിൾ മാം പറഞ്ഞതുപോലെ ടെക്സ്റ്റൈൽസ് ഞാൻ വാങ്ങിക്കുക, ഞാൻ അജ്മാൻ ഫ്രീ സോൺ എന്നൊരു ഡെസിഗ്നേറ്റഡ് സോണിന്റെ അകത്താണെന്ന് വിചാരിക്കുക. ഫ്രം ഡെസിഗ്നേറ്റഡ് സോൺ എൻ്റെ ഓഫീസെല്ലാം ഉണ്ട്, സബ്സ്റ്റൻസ് ഉണ്ടാവണം, ഞാൻ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷനോ ട്രേഡിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, ഞാൻ വിൽക്കുന്നത് സേ മാമിനായിരിക്കാം, സേ എൻഡ് യൂസർ. ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു പേജ് ഇട്ടു, ഞാൻ അവർക്ക് ഫൈനലി ഒരു തുണി കഷ്ണം മുറിച്ച് അവർക്ക് വിൽക്കുക. അവിടെ ഇത് ബയർ ഇസ് എൻ എൻഡ് കൺസ്യൂമർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് എൻറ്റയർ ആക്ടിവിറ്റി വിൽ ബിക്കം നോൺ ക്വാളിഫൈങ്. മറിച്ച് ഞാൻ ഈ സെയിം ടെക്സ്റ്റൈൽ പിടിച്ച് വേറെ ഒരു കടയ്ക്ക് കൊടുക്കുക, ഒരു റീറ്റെയിൽ ഷോപ്പ്, യൂണിഫോം ഷോപ്പ്, ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ദെൻ യെസ് എനിക്കത് ബെനിഫിറ്റ് എടുക്കാം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. മാം ചോദിച്ച ചെറിയ ചോദ്യമാവാം, ലൈക്ക് 0% കിട്ടുമോ എനിക്ക് എൻ്റെ ഫ്രീ സോൺ കമ്പനിക്ക്? കിട്ടാം, പ്രൊവൈഡഡ് ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് നോക്കി പോകേണ്ടി വരുന്നുണ്ട്. ആൻഡ് മറ്റൊരു ചോദ്യം നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകനോ പ്രേക്ഷകയോ ആണ്, നെയിം എനിക്ക് ക്ലിയർ ചെയ്തിട്ടില്ല. That person have a building in the company's name, okay, and he bought the building 7 years back. പക്ഷെ ഇപ്പോൾ അത് സെല് ചെയ്യാൻ പേടിയാണ്, കാരണം ഒരു 9% ടാക്സ് ഈ സെല് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന റവന്യൂവിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട്.
അതും തീർച്ചയായും നല്ലൊരു ചോദ്യം തന്നെയാണ്. കാരണം ഫസ്റ്റ് തിങ് വി ഹാവ് ടു സീസ് ഈ പറഞ്ഞ ബിൽഡിംഗ് പുള്ളിയുടെ പേരിലാണോ അല്ലെങ്കിൽ ബിസിനസിന്റെ പേരിലാണോ? കമ്പനിയുടെ നെയിമിൽ. കമ്പനിയുടെ നെയിം. ഓക്കെ. അഥവാ പുള്ളിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ ഹി ഡസൻ ഹാവ് ടു വറി. കാരണം ദിസ് ഇസ് എ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ്. യെസ്. അപ്പോൾ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന എന്ത് ഇൻകം ആയാലും ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻസ് ആയാലും അത് ടാക്സിൽ വരുന്നില്ല. ഓക്കെ. സോ ലെറ്റ്സ് കീപ് ദാറ്റ് അസൈഡ്. ഇപ്പം മാം പറഞ്ഞതുപോലെ ഇഫ് ഈ ക്വയറി വന്നത് ഇഫ് ദി ആസെറ്റ് ഇസ് ഇൻ ദ നെയിം ഓഫ് ദ കമ്പനി, കമ്പനിയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ ഞാനത് ഇന്ന് വിറ്റാൽ എനിക്കൊരു പ്രോഫിറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ബിഗർ പ്രോഫിറ്റ്സ് ആവും. ബിക്കോസ് നമ്മളിപ്പം ബിൽഡിംഗ്സ് ഒക്കെ പറയുമ്പോൾ That too within 7 year time. ഇറ്റ്സ് ഗോയിങ് ടു ബി ഇൻ മില്യൺസ്. അപ്രീസിയേഷൻ കാണാം. ടോപ്പ് ക്വാളിറ്റി ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി ഇൻ മില്യൺസ്. അപ്പോൾ ഞാനത് ഇന്ന് വിൽക്കുന്നുണ്ടെങ്കിൽ then it will definitely attract tax over here. Okay. എനിക്കിപ്പം ഫോർ എക്സാമ്പിൾ നമ്പേഴ്സ് ഇടുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ബിൽഡിംഗ് 1 million dirhams വെച്ച് വാങ്ങിച്ചു എന്ന് വിചാരിക്കുന്നു 7 കൊല്ലം മുന്നേ. ഇന്നത്തെ അതിൻ്റെ വില ഏകദേശം 8 million ആയെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ അക്കൗണ്ടിങ് പ്രകാരം ഞാൻ നോക്കുവാണെങ്കിൽ 1 million മൈനസ് അതിൽ നിന്ന് ഇച്ചിരി ഡെപ്രിസിയേഷൻ ഒക്കെ ഞാൻ കട്ട് ചെയ്യും. ഡെപ്രിസിയേഷൻ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം സേ എനിക്ക് 600,000 ബാലൻസ് ഉണ്ട് അസറ്റിന്റെ വാല്യൂ. ഈ 600,000 ആ വാല്യൂ ഉള്ള സാധനത്തിനെയാണ് ഞാനിപ്പം 8 million കൊടുക്കുന്നത്. അപ്പോൾ നൗ ഇത് മൈനസ് ചെയ്ത് എൻ്റെ പ്രോഫിറ്റ് എത്രയായി? ഐ എം ലുക്കിംഗ് അറ്റ് 7.4 million dirhams പ്രോഫിറ്റ്. ഈ 7.4 million dirhams ആ പ്രോഫിറ്റിന്റെ മേൽ ഡെഫിനറ്റ്ലി ടാക്സ് വിൽ ബി അട്രാക്റ്റഡ് നൗ. സോ ദ ക്വസ്റ്റ്യൻ ഇസ് should that person pay 9% on this entire 7.4 million? Definitely വേണ്ട. Oh, thank God. Not the entire thing. They are not going to get 0% over here. മറിച്ച് ചെറിയൊരു റിലീഫ് കിട്ടാൻ പോകുന്നുണ്ട്. And what would that be? Now the relief over here is they gave 2 types of relief. ഇതിന്റെ ടെക്നിക്കൽ ടേം എന്ന് വെച്ചാൽ this is coming under transitional provisions. അതായത് നമ്മളിപ്പം ഒരു നോ ടാക്സ് റെജീമിന്ന് വിത്ത് ടാക്സ് റെജീമിലോട്ട് നീങ്ങുക. ടാക്സ് ഇല്ലാത്തൊരു റെജീമിൽ നിന്ന് പുതിയ ടാക്സ് ഉള്ള ഒരു റെജീമിലോട്ട് നമ്മൾ നീങ്ങുക. അപ്പോൾ ഇങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ നമുക്ക് ചില അസറ്റ്സ് ഉണ്ടാവാം. അത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് ആവാം. നമുക്ക് ഈ ഫൈനാൻഷ്യൽ അസറ്റ്സ് ലയബിലിറ്റീസ്, ചിലപ്പം ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ അതർ ഷെയർസ്, ഇതൊക്കെ ആവാം. ഓർ ഐ ക്യാൻ ഹാവ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. വെരി ചുരുക്കം കേസസ് ഓർ ഐദർ ബിഗ് കമ്പനീസ് വിൽ ഡെഫിനറ്റ്ലി ഹാവ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഈ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ they can opt for a relief or a transitional provisions. അതായത് they can say ഞാൻ ഇന്ന് വിറ്റിട്ടുണ്ടെങ്കിൽ how many number of days did I have the building for? തുടക്കം തൊട്ട് 7 കൊല്ലം മുന്നേ വരെ till today how many days did I have the building? ഞാനിപ്പം ഈ 7.4 million I will split it into 2. I will split it into the number of days I had the building before tax started, number of days I owned the building after tax started. എന്നിട്ട് ഈ 2 പ്രൊപ്പോർഷനിലായിട്ട് ഞാൻ ഈ 7.4 million dirhamsനെ ഡിവൈഡ് ചെയ്യും. ഐ വിൽ ഹാവ് ടു പേ ടാക്സ് ഓൺ ദ പോർഷൻ ദാറ്റ് ബിലോങ്സ് ടു ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദ ടാക്സ് പീരിയഡ്, അതായത് സിൻസ് ടാക്സ് സ്റ്റാർട്ടഡ്. ആൻഡ് ഫോർ ദ നമ്പർ ഓഫ് ഡേയ്സ് ബിഫോർ ടാക്സ് സ്റ്റാർട്ടഡ് ഐ ഡോണ്ട് ഹാവ് ടു പേ ടാക്സസ്. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ അഗെയിൻ ഇൻ ഈസി ആയിട്ട് ഒരെണ്ണം പറയുവാണെങ്കിൽ 7.4 million ഇന്നിപ്പം 2025 ആയി. അപ്പോൾ ഐ എം സെയിങ് 7 years അല്ലേ അവർക്ക് ഉണ്ടായ ടാക്സ് തുടങ്ങിയത് ഇപ്പം 1 കൊല്ലമായിട്ടുണ്ട്. അപ്പോൾ 6 out of 7 years was before tax. 1 out of 7 years was after tax. So this 7.4 million into 1/7. That will be the capital gain which will be subject to 9% tax. All right. The 7.4 million into 6 out of 7 was before tax started. അതിന് ടാക്സ് വരുന്നില്ല. അപ്പോൾ ദിസ് ഈസ് വൺ മെത്തേഡ് ദേ ഹവ് ഗിവൺ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് യുവർ ടാക്സ് ഇയർ, ലൈക്ക് ഇപ്പം കൂടുതൽ മോസ്റ്റ് ഓഫ് ദ കമ്പനീസിന് 1st January 2024 ആണ് ആദ്യത്തെ ടാക്സ് പീരിയഡ്. അപ്പം ദേ ആർ സെയിങ് 1st January 2024 ഈ ബിൽഡിങ്ങിന്റെ വില എന്തായിരുന്നു, മാർക്കറ്റ് വില എന്തായിരുന്നു, ഒരു വാല്യുവേഷൻ എന്തായിരുന്നു, അത് ചിലപ്പം 6 million ആവാം ആയിരിക്കാം. അപ്പോൾ if I am saying, assuming my market value of the building as of 1st January 2024 was 6 million, they are saying now, നിങ്ങൾ വിറ്റത് എത്രയാണ്? 8 million. I will do 8 million minus 6 million. 2 million will be subject to tax. ഞാൻ പഴയ വാങ്ങിച്ച വിലയ്ക്കല്ല നോക്കാൻ പോകുന്നത്. 1st January 2024 ടാക്സ് തുടങ്ങിയ ദിവസം എന്തായിരുന്നു അതിന്റെ വില?
ആ വിലയും ഈ വിലയും കമ്പയർ ചെയ്തിട്ട് ഓക്കെ. that amount will be subject to tax. ഈ വില ഇപ്പോൾ നോർമലി വെൻ ഇറ്റ് കംസ് ടു എ പ്രോപ്പർട്ടി, അപ്പോൾ വി കനോട്ട് ആക്ച്വലി പ്രെഡിക്ട് ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇപ്പോൾ ഇതുപോലെ പാവം മനുഷ്യർക്കൊക്കെ കുറച്ച് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻ വി ജസ്റ്റ് ആ എമൗണ്ട് കുറച്ച് വെക്കാൻ പറ്റില്ല? നല്ലൊരു ചിന്ത തന്നെയാണ് ആക്ച്വലി. മോസ്റ്റ് ഓഫ് ദി ബിസിനസ് ഓണേഴ്സ് വുഡ് ഹാവ് തോട്ട് അബൌട്ട് ദിസ്, ബട്ട് FTA is one step ahead over here. അവർ ഇതെന്തായാലും ചിന്തിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഈ മാർക്കറ്റ് വാല്യൂ നമ്മളായിട്ടല്ല പറയാൻ പോകുന്നത്, യു ഷുഡ് ഹാവ് ഹാഡ് എ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്. അതായത് പ്രോപ്പറായിട്ടൊരു വാല്യുവേഷൻ ടീമിനെ കൊണ്ട് തന്നെ ഒരു വാല്യുവേഷൻ റിപ്പോർട്ട് എടുപ്പിക്കാം. മുനിസിപ്പാലിറ്റി ഇറ്റ്സെൽഫ് ഓഫ് the relevant emirates, they issue a valuation report. Okay. From land and building especially ആണെന്നുണ്ടെങ്കിൽ municipality will give you a valuation report. അങ്ങനത്തെ ഒരു വാല്യുവേഷൻ റിപ്പോർട്ട് നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഊഹിച്ചെടുക്കുന്ന ഒരു സ്ഥല വിലയല്ല എടുക്കാൻ പോകുന്നത്. Okay, thank you so much. And actually just one more point about this I thought. Another ചോദ്യം that people might have is, ഞാനിതിപ്പം എവിടെയാ പറയാൻ പോകുന്നത്, ഇത് എവിടെയാ കാണിക്കാൻ പോകുന്നത്, ഞാൻ ഈ പറയുന്ന റിലീഫ് എവിടെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്? ദിസ് റിലീഫ് ഷുഡ് ബി സെലക്ടഡ് ഇൻ ദ ഫസ്റ്റ് കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ. അതായത് ഈ ആദ്യത്തെ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ അവർ ഫയൽ ചെയ്യാൻ പോകുന്നുണ്ടാവും എല്ലാവരും 30th സെപ്റ്റംബറിന് മുന്നേ. മോസ്റ്റ് ഓഫ് ദി കമ്പനീസ് ഡിസംബർ എൻഡിങ് ഫൈനാൻഷ്യൽ ഇയർ ആണെന്നുണ്ടെങ്കിൽ 30th സെപ്റ്റംബറിന് മുന്നേ തന്നെ ദേ ഹാവ് ടു ഫയൽ ദർ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ. ദി ഫസ്റ്റ് കോർപ്പറേറ്റ് ടാക്സ് റിട്ടേണിന്റെ ഉള്ളിലാണ് ഇവർ ഈ എലക്ഷൻ എടുക്കേണ്ടത്. അതായത് ദേ ഹാവ് ടു സെലക്ട് ഫോർ ദിസ് എലക്ഷൻ ആൻഡ് ദെൻ ദേ ഹാവ് ടു സേ എന്തൊക്കെ ലിസ്റ്റ് ഓഫ് അസറ്റ്സ് ഇവരുടെ കയ്യിൽ ഇപ്പം ഉണ്ട്. അത് ഇന്ന് തന്നെ പറയണം. അതായത് ഈ ടാക്സ് റിട്ടേണിൽ തന്നെ പറയണം. അടുത്ത ടാക്സ് റിട്ടേൺ തൊട്ട് ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. then they cannot choose. അവർ ഈ ഓപ്ഷൻ ചൂസ് ചെയ്തില്ലെങ്കിൽ വിട്ടിട്ടുണ്ടെങ്കിൽ then they have to pay tax on the entire thing. മറിച്ച് ആദ്യത്തെ ടാക്സ് റിട്ടേണിൽ എനിക്ക് പറയുന്ന, ഞാൻ ഫോർ എക്സാമ്പിൾ പറയുക, എന്റെ കയ്യിൽ 10 അസറ്റ് ഉണ്ട്, ഞാൻ ആ ലിസ്റ്റ് മൊത്തത്തോടെ ടാക്സ് റിട്ടേണിൽ മെൻഷൻ ചെയ്യും. എന്നിട്ട് അടുത്ത കൊല്ലത്തിന്റെ ടാക്സ് റിട്ടേൺ തുറക്കുവാണെങ്കിൽ ഞാനിപ്പം ഒരു അസറ്റ് രണ്ടാമത്തെ ടാക്സ് പീരീഡിൽ ഞാൻ വിറ്റു എന്ന് വിചാരിക്കാം. അപ്പോൾ ദെൻ രണ്ടാമത്തെ ടാക്സ് റിട്ടേൺ ഞാൻ തുറക്കുവാണെങ്കിൽ, രണ്ടാമത്തെ കൊല്ലത്തിന്റെ ടാക്സ് റിട്ടേൺ തുറക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യത്തെ ടാക്സ് റിട്ടേൺ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് ഐ ഹാവ് ടു സെലക്ട് എന്താ ഞാൻ വിറ്റ്, ആ ഐറ്റമിന് എനിക്ക് റിലീഫ് എടുക്കാം. ഇതിലില്ലാത്ത ഐറ്റമിന് എനിക്ക് വീണ്ടും റിലീഫ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ദിസ് ഫസ്റ്റ് ടാക്സ് റിട്ടേൺ ഇസ് വെരി 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 ഇമ്പോർട്ടന്റ്. ദേ ഹാവ് ടു മേക്ക് ഷുവർ ദേ ഡോണ്ട് മിസ് ദിസ് ഐറ്റം, കാരണം ഇറ്റ്സ് ഇൻ മില്യൺസ്, ഇറ്റ്സ് ബിഗ്. ട്രൂ. ആൻഡ് ഈ പറഞ്ഞ ഇപ്പോൾ കമ്പനിയുടെ നെയിമിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. ആൻഡ് ദർ ആർ എ ലോട്ട് ഓഫ് കമ്പനീസ് വേർ ദ ഓൺടർപ്രനേഴ്സ്, എംപ്ലോയർ, ഇപ്പോൾ ചെയർമാൻ ഒക്കെ യൂസ് ചെയ്യുന്ന ലക്ഷറി കാർസ്, കമ്മിങ് ടു ബെൻലി, ബുഗാട്ടി, റോൾസ് റോയ്സ് അതുപോലത്തെ വണ്ടികളൊക്കെ വെൻ ദേ ബൈ ദേ റാദർ ഗോ ഫോർ റെഡി ക്യാഷ് ചെയ്യാണ്ട് കമ്പനിയുടെ പേരിലിട്ട് ലോൺ എടുത്തിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന കേസസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇത് ആപ്ലിക്കബിൾ ആകില്ലേ? ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ഐ വിൽ സേ. കാരണം മെനി ഓണേഴ്സ് അവരിപ്പം സ്വന്തം വണ്ടി വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ ദേ വിൽ റൗട്ട് ഇറ്റ് ത്രൂ ദ കമ്പനീസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ദിസ് പ്രാക്ടീസ് നീഡ്സ് ടു ബി കെയർഫുള്ളി ലുക്ക്ഡ് ഇൻടു. കാരണം രണ്ട് കാര്യമുണ്ട് ഇവിടെ, കോർപ്പറേറ്റ് ടാക്സും VAT-യും. കുറെ പേര് ഇത് ചെയ്യുന്നത് വാറ്റിന്റെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ എല്ലാവരും ഇത് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ മേൽ ഡെപ്രിസിയേഷൻ ഒക്കെ ക്ലെയിം ചെയ്ത് പ്രോഫിറ്റ് ഒക്കെ കുറച്ച് ലോവർ കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കുന്ന രീതിയിൽ. ദാറ്റ് പ്രാക്ടീസ് ഷുഡ് ഡെഫിനറ്റ്ലി ബി സ്റ്റോപ്പ്. കാരണം വാറ്റ് ലോ ഇസ് വെരി സ്ട്രിക്റ്റ് ഓൺ സേയിങ് ദാറ്റ് നമുക്കൊരു പേഴ്സണൽ അസറ്റ് ഉണ്ടെങ്കിൽ, ആൻ അസറ്റ് ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ പേഴ്സണൽ യൂസ്, then that item I cannot claim the VAT on such an item. I shouldn't claim. ഞാനിപ്പം കമ്പനിക്കായിരിക്കാം വാങ്ങിക്കുന്നത്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ അവൈലബിൾ ഫോർ പേഴ്സണൽ യൂസ്. അങ്ങനത്തെ ഒരു അവൈലബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആസ് പെർ വാറ്റ് ലോസ് അത് എടുക്കാനേ പാടില്ല. എന്ന് വെച്ചാൽ വാറ്റ് ക്ലെയിം ചെയ്യാൻ പാടില്ല. സെക്കൻഡ് കേസ്, ഞാനിപ്പം കോർപ്പറേറ്റ് ടാക്സിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ യൂസ് ആസറ്റ് ഞാൻ കമ്പനീസ് ബുക്കിൽ കാണിക്കാൻ പാടുണ്ടോ? ഡെഫിനറ്റ്ലി നോട്ട്. കാരണം ഈ കണക്ക് ഞാനിപ്പം ഗവൺമെന്റിന് കാണിക്കണം. അപ്പോൾ ഗവൺമെന്റ് ഇസ് ലൈക്ക് എ സൈലന്റ് പാർട്ട്നേഴ്സ് ഇൻ us. അവർ പ്രോഫിറ്റ് നോക്കി അവർക്കും അവരുടെ ഷെയർ കൊടുക്കണം. സോ അവരുടെ കണക്കിൽ ഉണ്ടാക്കുമ്പോൾ വി ക്യാൻ ഡെഫിനറ്റ്ലി നോട്ട് മെൻഷൻ ആർ പേഴ്സണൽ ആസറ്റ്സ് ഇൻ ടു ദിസ്. ആൻഡ് അതിന്റെ മേൽ ഡെപ്രിസിയേഷൻ ഒക്കെ ക്ലെയിം ചെയ്യാൻ പാടില്ല. ദേ ഷുഡ് ഹാവ്, ദേ ക്യാൻ ബൈ ലക്ഷറി കാർസ് depending on the type of industry they are in or what purpose they are in. They have to justify. മറിച്ച് പേഴ്സണൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ മാം
ഡെഫിനറ്റ്ലി നോട്ട്. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഫെയർ. അപ്പം എന്തായാലും ഒരുപാട് ഐ മീൻ ഒത്തിരി പേർക്ക് ഐ എം ഷുവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് ഇതിൽ നിന്ന് ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ബിക്കോസ് ദിസ് ഇസ് ഓഫൺ ഫൊഗോട്ടൺ, നമ്മൾ മറന്നു പോകുന്ന കാര്യം. എല്ലാവരും പ്രോഫിറ്റ് നോക്കിയിരിക്കും. ആൻഡ് വാറ്റ് വന്നപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ബിക്കോസ് ദ മോർ ദ വാല്യൂ ഓഫ് ദ കാർ അത്രയും വാറ്റ് എക്സംഷൻസ് കിട്ടുമല്ലോ, അതുകൊണ്ട്. റൈറ്റ്, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻഡ് ബിഫോർ വി വൈൻഡ് അപ്പ്, ഇസ് ദർ എനിത്തിങ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ആഡ്? Okay. Something that I would like to add is, പൊതുവെ മാം ചോദിക്കാറുണ്ട് ഗോൾഡൻ ടിപ്പ്. ഗോൾഡൻ ടിപ്പ് അല്ല, ബട്ട് സംതിങ് ദാറ്റ് യു ഹാവ് ടു ലുക്ക് ഔട്ട് ഫോർ ഇസ്, since this is the first year of tax and first year of corporate tax return that you're filing, there are certain important elections or important choices to be made in this first year. Okay. For example, നമ്മൾ ഇന്ന് സംസാരിച്ച് ഇങ്ങനത്തെ ക്വാളിഫൈങ് ഇമ്മൂവബിൾ അസറ്റ്സ് ഉണ്ടെങ്കിൽ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ അസറ്റ്സ് ഉണ്ടെങ്കിൽ, വിച്ച് വി ഹാഡ് since prior to tax starting. അങ്ങനത്തെ items I have to make sure I declare it in the first tax return if I want to claim a relief in the future. ഞാൻ അത് ഇന്ന് കൊടുത്തില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ റിലീഫ് പിന്നീട് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ബി ടൈംലി, ബി അവെയർ ഓഫ് ഇറ്റ്. നമ്മളിപ്പം സെപ്റ്റംബർ വരെ കാത്ത് നിൽക്കണ്ട, ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യുവാണെങ്കിൽ വിൽ മിസ് ഔട്ട് മെനി തിങ്സ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. അപ്പോൾ ദി അഡ്വൈസ് വുഡ് ബി ഡെഫിനറ്റ്ലി ഇപ്പം തന്നെ അസസ് ചെയ്യുക. പറ്റുവാണെങ്കിൽ നേരത്തെ തന്നെ നിങ്ങളുടെ ബുക്സ് ഒക്കെ ക്ലോസ് ചെയ്ത് നേരത്തെ തന്നെ ടാക്സ് ഫയലിങ്ങും ചെയ്തു. താങ്ക് യു സോ മച്ച് CA ജെയ്സൺ. ഇറ്റ് വാസ് വണ്ടർഫുൾ ഹാവിങ് യു വിത്ത് us. അപ്പം എന്തായാലും CA ജെയ്സൺ മണ്ഡപത്തിലാണ് നമ്മളോടൊപ്പം ഷോയിലുണ്ടായിരുന്നത്. ഹിസ് ഡയറക്റ്റ് കോൺടാക്ട് നമ്പർ ഇസ് 056-693-6999. ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ടൻസിലൂടെയും ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. അല്ല, ഇഫ് യു വാണ്ട് ടു ടോക്ക് ടു ഹിം ഡയറക്ട്ലി, പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ കൺസേൺ ചെയ്തതാണ് തോന്നുന്നു, നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കാണ്ട് കോൺടാക്ട് ചെയ്യുക ഓൺ ഹിസ് വാട്സപ്പ് ആൻഡ് കോൾ ഓൺ ദ സെയിം നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഐ വിൽ റിപ്പീറ്റ് ദ നമ്പർ 056-693-6999. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വിൽ സി യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു. യെസ്, എക്സ്പെർട്ട് അഡ്വൈസിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും നിർത്തുന്നു. നന്ദി, നമസ്കാരം.